ഞങ്ങൾ അവിടുത്തെ പട്ടികൾ കടിക്കുന്നില്ല, കാരണം ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മുമ്പ് ഞാൻ ഇതേ ചോദ്യത്തിന്റെ മുമ്പിൽ നിന്നത് എവിടെ വെച്ചാൽ കോട്ടക്കൽ സ്റ്റേഷനിൽ CIന്റെ മുമ്പിലാണ്. അവിടെ ബൈപ്പാസിൽ ഭക്ഷണം കൊടുക്കുന്ന ആളോട് ഞാൻ പറഞ്ഞു എന്റെ കുട്ടിനെ കടിച്ചിട്ടുണ്ട്, ഇന്നലെ നമ്മളെ കിടന്നുറങ്ങണ കുട്ടിയെ കടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പരാതി കൊടുത്തു, ഞങ്ങൾ ആക്രമിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. അപ്പോൾ കൗണ്ടർ പരാതിയുമായിട്ട് ചെന്നപ്പോൾ നഗരസഭ ചെയർപേഴ്സൺ ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. അവരിതിന് മുമ്പ് നോട്ടീസ് കൊടുക്കാൻ പോയ ഉദ്യോഗസ്ഥനെതിരെ ഇതേമാതിരി പരാതി കൊടുത്തിരുന്നു. അപ്പോൾ CI ചോദിച്ചു ഇവരോട്, നിങ്ങൾക്ക് കുട്ടികളില്ലേ എന്ന് ചോദിച്ചു. കുട്ടികളുണ്ട്, നിങ്ങളെ കുട്ടിയെ നായ കടിച്ച എന്താ ചെയ്യുക ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങളെ കുട്ടികളെ നായ കടിക്കൂല, ഇവരെ കുട്ടികളെ കടിക്കണത് ഇവർ കല്ലെടുത്തെറിഞ്ഞിട്ട് ആ കല്ല് മണത്ത് വന്നിട്ടാണ് കടിക്കണതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാളോട് ഞാനത് കേട്ട ആളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം നായ പൂർണ്ണമായിട്ട് ഇല്ലാതാവണം എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. നായ ഈ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്, അതിവിടെ ദൈവം സൃഷ്ടിച്ചൊരു സൃഷ്ടിയാണ്, അതിനിവിടെ ഒരു ധർമ്മമുണ്ട്. അപ്പോൾ ആ നായ ഇവിടെ വേണം. നമ്മൾ ആക്രമണകാരികളായ തെരുവ് നായക്കളെ ഉന്മൂലനം ചെയ്യണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നായക്ക് നായയുടേതായിട്ടുള്ള ആവാസ വ്യവസ്ഥ ഈ പ്രകൃതിയിൽ ഉണ്ടാവും. നായ രാത്രി പൂച്ചയെ അറ്റാക്ക് ചെയ്ത് ഭക്ഷിക്കുന്ന വീഡിയോ ഞാൻ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ നായക്ക് നായയുടേതായിട്ടുള്ള ആവാസ വ്യവസ്ഥ ഉണ്ട്. അവിടെ പൊതുസ്ഥലത്ത് ഇവർ ഭക്ഷണം കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം ഇവർ ആക്സിഡന്റ് ആയി മരിച്ചാൽ അതിന് അപ്പുറത്തുള്ള ദിവസം ആരാ ഭക്ഷണം കൊടുക്കുക? മോളുടെ ശരിക്കും ഇവിടെയാണ് കടിച്ചിട്ടുള്ളത്. ചെവിയിൽ ഇവിടെ മുറിവുണ്ടായിരുന്നു, ബാക്കി 10 മുറിവുകൾ പിറകിൽ റിപ്പോർട്ട് ചെയ്താണ്. ഈ ശരിക്കും ഞാൻ ഈ RRTന്റെ ക്ലാസ് ഒറ്റപ്പട്ടി അതിൽ നമ്മൾ ശരിക്കും ഇതിന്റെ RRTന്റെ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ നമ്മളോട് പറയും ഈ വാക്സിൻ ഈ പേവിഷ വൈറസ് നമ്മളെ ശരീരത്തിൽ ഒരു ദിവസം 5 സെന്റിമീറ്ററിനടുത്ത് സഞ്ചരിക്കാൻ കഴിവുള്ളൂ. കാലിൽ കടിച്ചാൽ കുറച്ച് ദിവസങ്ങൾ എടുക്കും തലച്ചോറിലെത്താൻ. അപ്പോൾ എൻ്റെ കുട്ടിനെ കടിച്ചത് ഇവിടെയാണ്. കാരണം ഞാൻ ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത ആൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പെരക്കാരോട് ഇത് പറയാൻ പറ്റും, പാനിക് ആക്കാൻ പറ്റുമല്ലോ. നമ്മൾ ഇതൊക്കെ അത്രയും സ്പീഡിലാണ് നമ്മൾ വണ്ടി വിട്ട് ഇത് കൊണ്ടുപോയി ഈ സിസ്റ്റം. ശരിക്കും നമുക്ക് ഏത് മരുന്നും ആശുപത്രിയിൽ നിന്ന് എടുക്കുമ്പോൾ ഇത് ഇന്ന കമ്പനിയാണെന്ന് പോലും നോക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ നമുക്ക് അതൊന്നുമില്ല. ജസ്റ്റ് പൊട്ടിച്ച് കുത്തിവെച്ചോ ഇഞ്ചക്ഷൻ എടുത്തു എന്ന് പറയേണ്ട ഒരു രീതിയിൽ ഇവരിപ്പോൾ പറഞ്ഞു നമ്മളോട് OP ടിക്കറ്റ് എടുക്കാൻ. ഞാനത് 3 പ്രാവശ്യം 4 പ്രാവശ്യം നമ്മൾ ഈ ഇതിൻ്റെ വാക്സിൻ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ മലപ്പുറം ബ്ലോക്ക് ഹോസ്പിറ്റലിൽ വലിയൊരു ക്യൂവിൻ്റെ പിറകിൽ പോയിട്ട് നിൽക്കണം. കുട്ടീനെ അവിടെ കൊണ്ടുപോയിരുത്തിയിട്ട് വലിയൊരു ക്യൂവിൻ്റെ പിറകിൽ പോയി നിന്നിട്ട് വേണം ഇത് എടുക്കാൻ. ഞാൻ ഓരോ എമർജൻസി സെക്ഷനിലല്ലേ നിങ്ങൾ പോകുന്നത്? ഈ എമർജൻസി സെക്ഷനിൽ പോയാൽ പിന്നെ പറയും ചീട്ട് എടുക്കാൻ പറയും. അവിടെ എല്ലാ റെക്കോർഡുകളും ക്ലിയർ ആക്കി വെക്കുന്നുണ്ട്. ഒരാൾ വിവരാകാശമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് പരിഗണിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിവരാകാശമായിട്ട് പോയിട്ട് മറുപടി കൊടുക്കാനുള്ള എല്ലാ റെക്കോർഡും ആശുപത്രികളിൽ ക്ലിയർ ആക്കുന്നുണ്ട് എന്നല്ലാതെ അവിടെ പ്രാക്ടിക്കലായിട്ട്. എനിക്ക് ഹോസ്പിറ്റലിനോട് വിരോധമില്ല. എന്റെ കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർ ആരാണെന്നറിയാൻ ഞാൻ 3 വിവരാവകാശം കൊടുത്തു, 3 പ്രാവശ്യം. അപ്പോഴും അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് എഴുതി വിട്ട എന്താണെന്നറിയാമോ? നിങ്ങളുടെ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല, ഇവിടെ ഒരു രേഖയില്ല, ആ കുട്ടിയെ ചികിത്സിച്ചതിൻ്റെ ഒരു രേഖയില്ല, ഞങ്ങൾ ആ രേഖ പേഷ്യന്റിന്റെ കയ്യിലാണ് കൊടുത്തു വിട്ടേക്കുന്നതെന്ന്. അപ്പൊ റോഡിൽ കൂടെ പോയ ആളാണോ വന്ന് എന്റെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ വെച്ചിട്ട് പോയത്? അത്രയും കേട് കെട്ട് കിടക്കാവുന്ന സാറേ നമ്മുടെ സിസ്റ്റം. അത് ആ വിവരാവകാശം എന്റെ കയ്യിലുണ്ട്, ആ വിവരാവകാശം. അതുകൊണ്ടാണ് ഈ 9 മാസമായത്. ഈ 9 മാസമായ എന്റെ കുഞ്ഞിന് ആ ഉമ്മ പറഞ്ഞത് കറക്റ്റാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം തെറ്റുകാരും കുറ്റക്കാരും ആരാണെന്ന് ആ ഉമ്മ തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സാറിലേക്ക് വരാം. സാറ് പറഞ്ഞ ശാസ്ത്രീയപരമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കേണ്ട കാര്യം തന്നെ. അതുപോലെ തന്നെ ലളിതമായിട്ട് ഒരു പരിഹാര മാർഗം കൂടി നാടൻ നായക്കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്തുക എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുന്നേ ഓരോ മൃഗാശുപത്രികളും അതൊക്കെ പോസ്റ്ററായിട്ട് ഒട്ടിച്ചിരുന്നു. ഇന്ന് അത് ഗവൺമെന്റ് ഇടപെടുന്ന പോലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ബോധവൽക്കരണം നല്ല രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവരും എത്രയോ നാടൻ നായക്കുഞ്ഞുങ്ങൾ ദത്തെടുത്ത് വളർത്താൻ ഉള്ള ആളുകൾക്ക് കൊടുക്കുന്നു എന്ന് പറയും. ആ ദത്തെടുത്ത് വളർത്താൻ കൊടുക്കുക, അതോടൊപ്പം മറ്റുള്ള മൃഗങ്ങൾക്ക് വളർത്തുമൃഗങ്ങൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഈ നായകളെ വളർത്തുന്നവർക്ക് കൊടുത്താൽ കൂടിന് വേണ്ടി ആനുകൂല്യം, വന്ധീകരിക്കാനുള്ള ആനുകൂല്യം, ചികിത്സയ്ക്ക് ആനുകൂല്യങ്ങൾ കൊടുത്ത ഓരോ പൗരനും നാടൻ നായക്കുഞ്ഞുങ്ങൾ ദത്തെടുത്ത് വളർത്തും. ആ ദത്തെടുത്ത് വളർത്തുമ്പോൾ തെരുവിൽ നായകൾ പെറ്റുപെരുകുന്നത് തടയാനുള്ള ഒരു കാരണം കൂടി ആവുകയാണ്. അതോടൊപ്പം നമ്മളെ റാബിസ് ഉന്മൂലനം ചെയ്യാനുള്ള മറ്റൊരു പരിഹാര മാർഗം കൂടിയാണ്. അതും കൂടി ശരിക്കും ഗവൺമെന്റ് ഇടപെട്ട് ബോധവൽക്കരിച്ച് നിങ്ങൾ അംഗീകരിച്ചു. ഷെൽട്ടർ ഹോം എന്ന വിഭാവനം നിങ്ങൾ അംഗീകരിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.